എന്റെ മോന് പഠിക്കുന്നത് 9th സ്റ്റാൻഡേർഡിലാണ്. അപ്പൊ അതില് തന്നെ സോഷ്യൽ സയൻസില് ഒരു സെക്കൻഡ് പാർട്ടിലാണ് തോന്നുന്നത്, സബ്ഹെഡിങ് സെക്സ് ആൻഡ് ജെൻഡർ എന്ന് പറഞ്ഞ ഒരു ഭാഗം തന്നെ ഉണ്ട്. അതിൽ കാണുന്ന ജെൻഡർ എന്ന് പറയുന്നത് എക്വേർഡ് ആണ് ബൈ സൊസൈറ്റി എന്നാണ് അതിൽ സമർപ്പിക്കുന്നത്. എന്നാ അതേ സമയം മോന് എന്നെ പഠിക്കാനുള്ള ബുക്കില് ബയോളജിന്റെ ഭാഗത്ത് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിപ്പിക്കുന്നുണ്ട്. XY മെന്നാണെന്നും XX ഫീമെയിൽ ആണെന്നും. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ്, രണ്ടും സയൻസിന്റെ ബേസ് ഇല്ലാതെയാണോ, ബേസ്ലെസ് മെത്തേഡാണോ രണ്ടിലും പഠിപ്പിക്കണത്, അതോ ബേസോട് കൂടിയാണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകേണ്ടത്. ഇത് രണ്ടും തമ്മിലൊരു വൈരുദ്ധ്യല്ലേ എന്ന് തോന്നാം. അതിന്റെ കാരണം ഒന്ന് ശാസ്ത്രമാണ്, ഒന്ന് കപടശാസ്ത്രമാണ് എന്നുള്ളതാണ്. കാരണം ശാസ്ത്ര പുസ്തകത്തിൽ വളരെ കൃത്യമായി XX ആണെങ്കിൽ ഫീമെയിലും XY ആണെങ്കിൽ മെയിൽ ആണെന്നുണ്ടാവും. പക്ഷെ കപടശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സ്യൂഡോ സയൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ശാസ്ത്ര വിരുദ്ധതയിൽ ഇങ്ങനെ ആണിന് പെണ്ണായിട്ടും പെണ്ണിന് ആണായിട്ടും ഒക്കെ മാറാമെന്നും ഉണ്ടാവും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വർഷം പുതുക്കിയിട്ടുള്ള 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഹെഡിങ് തന്നെ ആർജിത പദവി എന്നുള്ളതാണ്. അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള രൂപത്തിലാണ് ജെൻഡറിനെ പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നത് ഒരു ജോലിക്കുള്ള സ്കില്ല് നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ അതൊരു അക്വയർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെയാണ് യഥാർത്ഥത്തിൽ ജെൻഡർ എന്ന് പറയുന്നത്. നമ്മൾ ആണ് പെണ്ണ് എന്ന് പറയുന്ന സ്വത്വം നേടിയെടുക്കുന്നത് അക്വയർഡ് ആയ രൂപത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ആർജിതമായ ഒരു കാര്യമാണ്. ഇതെങ്ങനെയാണ്, ഇത് ഏത് രൂപത്തിലാണ് ഇവർ മനസ്സിലാക്കി, ഇവർ പോലും ഇത് അംഗീകരിക്കുമെന്ന് അറിയില്ല. പോട്ടെ, ശാസ്ത്രത്തിന് വിരുദ്ധമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഡോക്ടർ ഡെബ്രാസോ അവരുടെ എൻഡ് ഓഫ് ജെൻഡർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അതിന്റെ 1ാമത്തെ ചാപ്റ്റർ തന്നെ വാർ അഗെയിൻസ്റ്റ് ബയോളജി എന്നാണ്. ഈ പറഞ്ഞ ജെൻഡർ പൊളിറ്റിക്സ് LGBTQ ഐഡിയോളജി എന്ന് പറയുന്നത് ബയോളജിക്കെതിരായ യുദ്ധപ്രഖ്യാപനമാണ് അവർ നടത്തിയിട്ടുള്ളത്. കാരണം ബയോളജിയിൽ പറയുന്നതിന് നേരെ വിരുദ്ധമാണ് ഇവർ പറയുന്നത്. അപ്പൊ ശാസ്ത്ര വിരുദ്ധമാണെന്ന് നിൽക്കട്ടെ, ഇവർ തന്നെ പറയുന്നതിന് വിരുദ്ധമാണ്. ഇവര് പൊതുവെ എന്താ പറയുള്ളത്, ട്രാൻസ്ജെൻഡറുകൾ അവരങ്ങനെ തന്നെയല്ലേ, അവർക്ക് എങ്ങനെ മാറ്റാൻ പറ്റുക, അതൊക്കെ ജന്മന അങ്ങനെയല്ലേ എന്ന് പറയാറുണ്ട് അല്ലെ. പക്ഷെ ഇവര് തന്നെ പറയുന്നത് എന്താണ്, അത് സാമൂഹ്യ നിർമ്മിതിയാണ്, ആർജിത പദവിയാണ്. അപ്പൊ സാമൂഹിക നിർമ്മിതിയാണ്, ആർജിതമായി കിട്ടുന്ന ഒന്നാണ് ജെൻഡർ എങ്കിൽ ആർജിതമായി നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യമല്ലേ, അത് ജന്മന ഉള്ളതാണോ? അപ്പോ യഥാർത്ഥത്തിൽ ഇവര് തന്നെ പറയുന്നതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ പ്രശ്നത്തിനും ആ സമയത്ത് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും. അത് മറ്റൊന്നിന് വൈരുദ്ധ്യമാവും. അത് തീർക്കാൻ വേണ്ടി വേറെന്തെങ്കിലും തിയറി ഉണ്ടാക്കും. അത് വൈരുദ്ധ്യമാകുമ്പോൾ വേറെന്തെങ്കിലും ഉണ്ടാക്കും. ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇവർ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ്, അവരങ്ങനെ തന്നെയാണ്, അവർക്ക് മാറ്റാൻ പറ്റില്ല, അത് നേടിയെടുത്തതൊന്നും അല്ല എന്നൊക്കെ പറയും. അതേ ആളുകൾ തന്നെ സാമൂഹ്യ നിർമ്മിതിയെ വിശദീകരിക്കുമ്പോൾ ആർജിത പദവിയാണെന്നും പറയും. അത് ഇവരിൽ തന്നെ സംഭവിക്കുന്ന വൈരുദ്ധ്യമാണ്, ശാസ്ത്രത്തിന് വിരുദ്ധമാണെന്നുള്ളത് വേറെ കാര്യം.